ഇന്നലെ മോളെ ബസ് കയറ്റാൻ പോയപ്പോൾ എന്തോ പതിവില്ലാതെ മനസ്സ് വല്ലാണ്ട് വിങ്ങുന്നുണ്ടായിരുന്നു. ഒരു പുതിയ ജോലി, പലതരം ആളുകൾ, അവൾ എങ്ങനെ അഡ്ജസ്റ്റ് ആവും, അങ്ങനെ പല ചിന്തകളായിരുന്നു മനസ്സിൽ. ഒരു നിമിഷം ഞാൻ ട്രിഷയെ പറ്റി ഓർത്തു. അവളും ഒരു അമ്മയുടെ പൊന്നുമോളായിരുന്നില്ലേ? അച്ഛൻ്റെ അഭിമാനവും ആ തണലും സ്നേഹവും വിട്ട് നിറയെ സ്വപ്നങ്ങളുമായി സന്തോഷകരമായ ഒരു കുടുംബജീവിതം പ്രതീക്ഷിച്ചല്ലേ തികച്ചും അപരിചിതമായ ആ വീട്ടിലേക്ക് അവളും കടന്നു ചെന്നത്. അവഗണന, ബഹുമാനമില്ലായ്മ, മാനസിക പീഡനങ്ങൾ, ചിലപ്പോൾ ശാരീരികമായ വേദനകൾ അവളുടെ മനസ്സിനെ പതിയെ തകർക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? എന്നിട്ടും അവൾ സഹിച്ചിട്ടുണ്ടാവും. വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കാനും തകർന്ന ഹൃദയത്തെ വീണ്ടും ചേർത്ത് വെക്കാനും ശ്രമിച്ചിട്ടുണ്ടാവും. കാരണം അവളെ പഠിപ്പിച്ചത് സഹിക്കാനായിരുന്നു, പോരാടാനല്ലല്ലോ. എന്നാൽ ഒരു ഘട്ടത്തിൽ സഹാനുഭൂതിയില്ലാതെ സ്വന്തമെന്ന് കരുതിയവർ അപരിചിതരായി മാറി അവളുടെ വേദനയെ ആരും കേൾക്കാതായപ്പോഴായിരിക്കും അവൾ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടാവുക. പക്ഷെ അവളുടെ വേദനയേക്കാൾ സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾക്കാണ് അവർ വില നൽകിയത്. ആ പൊന്നുമോള് തന്റെ വിഷമങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അവളെ ചേർത്ത് പിടിക്കുന്നതിന് പകരം വീണ്ടും അതേ വേദനയിലേക്ക് അവളെ നിങ്ങൾ തിരികെ അയക്കുകയല്ലേ ചെയ്തത്. ഉഷ ഇന്ന് ഒരു പേര് മാത്രമല്ല, സ്വപ്നങ്ങളുമായി സ്വന്തം വീട് വിട്ടിറങ്ങിയ, പക്ഷെ വഴിമധ്യ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ പ്രതീകമാണ്. അവൾക്ക് വേണ്ടത് പിന്തുണയാണ്, ഒരു ചേർത്ത് പിടിക്കലാണ്. അവൾക്ക് വേണ്ടത് സ്വർണമോ സ്വത്തോ അല്ല, വിദ്യാഭ്യാസമാണ്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവാണ്, ഏത് സാഹചര്യത്തെ നേരിടാനുള്ള ആത്മവിശ്വാസമാണ്. ഇനി ഒന്നും ശരിയായില്ലെങ്കിൽ നിന്റെ കൂടെ നിൽക്കാനും നിന്നെ കേൾക്കാനും ഞങ്ങളുണ്ട് എന്നൊരു ഉറപ്പ്. അങ്ങനെ ഓരോ മകളും അറിയണം, അവൾക്ക് പറക്കാൻ ചിറകുകൾ മാത്രമല്ല, ക്ഷീണിച്ചാൽ മടങ്ങി വരാൻ ഒരു കൂടുമുണ്ട് എന്ന കാര്യം.